യുദ്ധമുണ്ടായാൽ 2 ആഴ്ച വരെ അതിർത്തിയിൽ പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങളെ പോളണ്ടിന് ഉള്ളുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ദേശീയ സുരക്ഷാ ബ്യൂറോയുടെ തലവൻ ഡാരിയസ് ലുക്കോവ്സ്കി. റഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ ആയുധശേഷി ഉയർത്തുന്നതിനായി പോളണ്ട് ആയുധ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡാരിയസ് ലുക്കോവ്സ്കി പ്രാദേശിക പ്രക്ഷേപകനായ പോൾസാറ്റ് ന്യൂസിനോട് പറഞ്ഞു. നാറ്റോ അംഗമായ പോളണ്ട് റഷ്യയുടെ കലിൻഗ്രാഡ് എക്സ്ക്ലേവുമായി 144 മൈൽ അതിർത്തി പങ്കിടുന്നുണ്ട്. എന്നാൽ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഒരു ആക്രമണാത്മക ഉദ്ദേശമില്ലെന്ന് റഷ്യ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റഷ്യ ആക്രമണത്തിന് മുതിരുമോ എന്ന ഭയമാണ് പോളണ്ടിനിപ്പോൾ. പോളണ്ടിന്റെ കരുതൽ ശേഖരം 5 ദിവസത്തെ യുദ്ധത്തിന് മാത്രമേ നിലനിൽക്കൂ. യുദ്ധം എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിലവിലെ ആയുധശേഖരം ഉപയോഗിച്ച് നമുക്ക് 1-2 ആഴ്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ലുക്കോവ്സ്കി പറഞ്ഞു. ലുക്കോവ്സ്കിയുടെ അഭിപ്രായത്തിൽ പഴയ ആയുധ സംവിധാനങ്ങളുടെ കാര്യത്തിൽ സ്ഥിതി ഏറ്റവും നിർണായകമാണ്. കാരണം അവയുടെ ഉൽപാദനം രാജ്യം ഇതിനകം നിർത്തിവച്ചിരിക്കുകയാണ്. യുക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനായി പോളണ്ട് തങ്ങളുടെ ശേഖരം വറ്റിച്ചു കളയുകയാണെന്ന് ലുക്കോവ്സ്കി പറഞ്ഞു. പക്ഷേ അത്തരം നീക്കങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെ ചെയ്യണമായിരുന്നുവെന്നും ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. യുക്രൈൻ സംഘർഷം തുടരുന്നിടത്തോളം നമ്മുടെ സൈനിക ശേഷി പുനർനിർമ്മിക്കാൻ നമുക്ക് സമയം ലഭിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൽ ഇനി ഏത് നിമിഷവും റഷ്യ വിജയക്കൊടി പാറിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ പോളണ്ട് തയ്യാറല്ല. പോളണ്ട് മാത്രമല്ല, മറ്റു പല നാറ്റോ രാജ്യങ്ങൾക്കും ഈ ഭയമുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കുറഞ്ഞത് 72 മണിക്കൂറെങ്കിലും നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും സംഭരിക്കണമെന്ന് പൗരന്മാരോട് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അറിയിച്ചതായാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. മാർച്ച് 26-ന് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശത്തിൽ യൂറോപ്പ് നിലവിലെ സ്ഥിതി മാറ്റേണ്ടതിൻ്റെയും തയ്യാറെടുപ്പ്, പ്രതിരോധശേഷി എന്നിവ വളർത്തിയെടുക്കേണ്ടതിൻ്റെയും ആവശ്യകതയെപ്പറ്റി കമ്മീഷൻ ഊന്നി പറഞ്ഞു. യൂറോപ്പ് അപകട സാധ്യതയും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയാണെന്നാണ് 18 പേജുള്ള പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നത്. യുക്രൈനിലെ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള യുദ്ധം, വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അട്ടിമറി എന്നിവയെല്ലാമാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കമ്മീഷനെ പ്രേരിപ്പിച്ചതെന്നും പറയുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഭൂഖണ്ഡത്തിലുടനീളമുള്ള പൗരന്മാർ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ പ്രായോഗിക നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെടുന്നു. കുറഞ്ഞത് 3 ദിവസത്തേക്ക് അവശ്യവസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് രേഖ വ്യക്തമാക്കുന്നു. മൊത്തത്തിൽ സ്വാശ്രയത്വവും മാനസിക പ്രതിരോധശേഷിയും വളർത്തിയെടുക്കാൻ സിവിലിയന്മാരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പുറത്തിറക്കിയ രേഖ പറയുന്നത്. തെറ്റായ വിവരങ്ങളും വിവര കൃത്രിമത്വവും ചെറുക്കുന്നതിനുള്ള കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതുൾപ്പെടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ തയ്യാറെടുപ്പ് പാഠങ്ങൾ അവതരിപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നു. യൂറോപ്പിൽ പുതിയ യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു പുതിയ തലത്തിലുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. നമ്മുടെ പൗരന്മാർക്കും അംഗരാജ്യങ്ങൾക്കും പ്രതിസന്ധികൾ തടയുന്നതിനും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ വേഗത്തിൽ പ്രതികരിക്കുന്നതിനും ശരിയായ ഉപകരണങ്ങൾ ആവശ്യമാണെന്നും അവർ പറഞ്ഞു. ഇത്തരത്തിൽ സമ്പൂർണ്ണമായി തയ്യാറെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അംഗരാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നിലവിലെ ഈ ഉത്തരവിന് പിന്നിലെ കാരണം. ഞങ്ങൾ ഒന്നും ചെയ്യില്ലെന്ന് റഷ്യ പലകുറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയപ്പാടിൽ തന്നെയാണ് നാറ്റോ രാജ്യങ്ങളുള്ളത്. അതേസമയം പാശ്ചാത്യ ലോകത്തെ ചില ആളുകൾക്ക് റഷ്യയെ മനസ്സിലാകുന്നില്ല. എന്നിട്ടും ആ വസ്തുത രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാകുന്നില്ല എന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിൽ റഷ്യയെ മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. എന്നാൽ ഇത് വികസിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്നില്ല. നമ്മെ മനസ്സിലാക്കുകയും സമാധാനത്തിലും സൗഹൃദത്തിലും നമ്മോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇത് നമ്മെ പ്രേരിപ്പിക്കൂ എന്നും പുടിൻ പറഞ്ഞു. പ്രത്യേകിച്ച് യുവാക്കളുമായി വിപുലമായ പ്രവർത്തനത്തിലൂടെ അത്തരമൊരു ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റ് ഊന്നി പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവിയുടെ അടിത്തറ സൃഷ്ടിക്കുകയും ഈ രാജ്യത്തെ വിലമതിക്കുകയും ചെയ്യുന്നവരായ യുവാക്കൾ, കുട്ടികൾ, കൗമാരക്കാർ എന്നിവരുമായി നാം സജീവമായും ഫലപ്രദമായും പ്രവർത്തിച്ചാൽ ഈ മേഖലയിൽ വിജയം നമ്മെ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പുടിന്റെ നേരിട്ടുള്ള പിന്തുണയോടെ 2022 സ്ഥാപിതമായ മൂവ്മെന്റ് ഓഫ് ദി ഫസ്റ്റ് രാജ്യവ്യാപകമായി ഒരു പ്രധാന സംഘടനയായി വളരുകയാണ്. രാജ്യത്തെ യുവാക്കളെ അവരുടെ ജീവിതത്തിൽ വിജയിപ്പിക്കുക എന്നതാണ് ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പുടിൻ പറഞ്ഞു. ജീവിതത്തിൽ ഒരു ഒപ്റ്റിമൽ പാത കണ്ടെത്താൻ ഒരു വ്യക്തിയെ സഹായിക്കുക എന്നതാണ് വിജയത്തിലേക്കുള്ള താക്കോലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. പൊതുവെ ഒന്നും ആവശ്യമില്ലെന്നും എല്ലാം ശരിയാണെന്നും അവർ കരുതിയാലും
മിക്കവാറും എല്ലാ വ്യക്തികളും വിജയം ആഗ്രഹിക്കുന്നു. ഈ വിജയം കൈവരിക്കുന്നതിന് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ പാത കണ്ടെത്തുകയും നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ ഒരു വ്യാപാരം കണ്ടെത്തുകയും വേണം. മൂവ്മെന്റ് ഓഫ് ദി ഫസ്റ്റ് സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഒരു കാരണം ഇതാണെന്നും പ്രസിഡന്റ് വിശദീകരിച്ചു. റഷ്യയെ ഭയന്ന് പരാക്രമങ്ങൾ കാണിച്ചുകൂട്ടി സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സൗര ജീവിതത്തെ ഇല്ലാതാക്കുന്ന നാറ്റോ രാജ്യങ്ങളെ റഷ്യ കാര്യമായി പരിഗണിക്കുന്നില്ല. പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെ സപ്പോർട്ട് ചെയ്ത് നിന്നപ്പോൾ ഇത്തരമൊരു തിരിച്ചടി ആരും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുന്നത് ഒട്ടും വിശ്വസനീയമല്ല. കാരണം മറുവശത്ത് റഷ്യയാണെന്ന കാര്യം അവർക്കറിയാമായിരുന്നു. അന്ന് യുക്രൈനെ കൈയൊഴിഞ്ഞ് സഹായിച്ചതിന്റെയും റഷ്യക്കെതിരെ തിരിഞ്ഞതിന്റെയും പ്രത്യാഘാതങ്ങളെ ഭയന്നാണ് ഇപ്പോൾ ഇത്തരം നടപടികളെടുക്കാൻ ഈ രാജ്യങ്ങൾ നിർബന്ധിതരായത്.